നാട്ടിലെ നീതി പുലർത്താൻ വനം വകുപ്പ് നടത്തിയത് പെടാപ്പാട്. ഒടുവിൽ കാട്ടിലെ നീതിയുടെ മുന്നിൽ അടിയറവ്. നാട്ടിലെ നീതിക്കായി മിന്നൽ വേഗത്തിൽ ദൗത്യത്തിന് മുതിരുമ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ കാട്ടിലെ നീതിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ഒടുവിൽ അതുതന്നെ യാഥാർത്ഥ്യമായി. 40 വയസ്സ് പ്രായമുള്ള കാട്ടാനയെ 2 തവണ മയക്കുവെടി വെച്ചാൽ അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായിരുന്നു. കാട്ടിലെ ആനകളുടെ ആയുസ് ഏതാണ്ട് ഈ പ്രായമൊക്കെ തന്നെയാണെന്ന യാഥാർത്ഥ്യബോധമായിരുന്നു പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിൽ. കരുത്തുള്ളവൻ കാര്യക്കാരൻ. പോർവിളിച്ചും മല്ലടിച്ചും ആനകൾ കൊമ്പുകോർക്കും. വാഴുന്നവരും വീഴുന്നവരുമുണ്ടാകും. അതാണ് കാട്ടിലെ നീതി. കാട്ടാനയുടെ മസ്തകത്തിൽ മുറിവേറ്റ് പുഴുവരിച്ച് കണ്ടെത്തിയാൽ ആനപ്രേമികൾ അടങ്ങിയിരിക്കുമോ? കേസും കൊല്ലാപ്പുമാകും. കോടതിയും ഇടപെട്ടെന്നിരിക്കും. ഇതിന്റെ കൂടെ യൂട്യൂബർമാരുടെ പൊയ്വടികളും ചേരുവയായതോടെ വനംവകുപ്പ് രണ്ടും കൽപ്പിച്ചിറങ്ങി. ആളുകളുടെ കൺമുന്നിലൂടെ കാട്ടാന പുഴുവരിച്ചു നടക്കുന്ന ദയനീയാവസ്ഥയിൽ പഴി കേൾക്കരുത്. അവർ നാട്ടിലെ നീതിയുടെ പക്ഷത്തായി. ലക്ഷങ്ങൾ ചെലവഴിച്ചും ദിവസങ്ങളോളം കണ്ണിൽ എണ്ണയൊഴിച്ചും സംഘം പ്രയത്നിച്ചു. പക്ഷേ എല്ലാം വൃഥാവിലായി. കാട്ടിൽ അവിടത്തെ നീതിയാണ് വേണ്ടതെന്ന സന്ദേശം കൂടിയാവുകയാണ് അതിരപ്പള്ളി കാടുകളെ 1 മാസത്തിലധികം വാർത്താലോകത്ത് പിടിച്ചു നിർത്തിയ പറമ്പിക്കുളത്തിന്റെ സന്തതി കൊമ്പന്റെ വരവും അന്ത്യവും. TCV ന്യൂസ്, ചാലക്കുടി.